തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ കോലവും ഏറ്റിക്കൊണ്ട് തിരുവമ്പാടി കണ്ണൻ എന്ന ആനയെ മറ്റ് രണ്ട് ആനകളും ഉൾപ്പെടെ 3 ആനകൾ അണിനിരന്നുകൊണ്ടാണ് പുറപ്പാട് എഴുന്നള്ളത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മസം മഠത്തിലേക്കാണ് ഈ പുറപ്പാട് എഴുന്നള്ളത്ത് നടക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്ത് എന്നുള്ളതാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ തിരുവമ്പാടി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല. ആ സ്വർണ്ണക്കോലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും തിരുവമ്പാടിയിൽ നിന്നും നേരെ വടക്കുംനാഥ സന്നിധിയിലേക്കായിരുന്നു അവർ പോയിരുന്നത്. പക്ഷേ പിന്നീട് ഈ തിരുവമ്പാടിയിൽ ഒരു ബ്രഹ്മസം മഠത്തിൽ സ്വർണ്ണക്കോലമുണ്ട് എന്ന് അറിയുകയും ആ സ്വർണ്ണക്കോലം തങ്ങൾക്ക് ഉത്സവത്തിന് നൽകാൻ കഴിയുമോ എന്നുള്ള അവിടുത്തെ സ്വാമിയാരോട് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ആ സ്വാമിയാർ പറഞ്ഞു, നിങ്ങൾ ഈ അമ്പലത്തിൽ നിന്നുമുള്ള ക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളത്ത് നേരെ ബ്രഹ്മസം മഠത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് സ്വർണ്ണക്കോലം കൈമാറാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു പുറപ്പാട് എഴുന്നള്ളത്തും. അങ്ങനെ പുറപ്പാട് എഴുന്നള്ളത്ത് ബ്രഹ്മസം മഠത്തിലേക്ക് എത്തുന്നതോടെ അവിടെ ഒരു ഇറക്കി വെച്ച് പൂജയും ആ പൂജയ്ക്ക് ശേഷം പിന്നീട് ഏറ്റവും തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ മഠത്തിൽ വരവ് അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. മഠത്തിൽ വരവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാറമേക്കാവ് വിഭാഗത്തിന് ഇലഞ്ഞിത്തറ മേളമാണെങ്കിൽ ഈ തിരുവമ്പാടി വിഭാഗത്തിന് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് അവരുടെ പ്രധാനപ്പെട്ട ചടങ്ങ്. അല്ലെങ്കിൽ അവർ ഉത്സവപ്രേമികൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് എന്നുള്ളതാണ്. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലാണ്, പ്രമാണിത്വത്തിലാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളത്തിൻ്റെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ ചെണ്ടമേളത്തിൻ്റെയും അതുപോലെ തന്നെ നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടെയാണ് 3 ആനകൾ അണിനിരന്നുകൊണ്ടുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് എഴുന്നള്ളത്തിന് ആ ഒരു തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ആ തിരുവമ്പാടി കണ്ണൻ ഇങ്ങനെ 3 ആനകളിൽ ഏറ്റവും നടുവിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 വശത്തായി മറ്റ് 2 ആനകളുമുണ്ട്. ഏതായാലും ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് റോഡിനിരുവശവും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. ഈ പുറപ്പാട് എഴുന്നള്ളത്ത് നടക്കുമ്പോൾ മുൻ തൃശ്ശൂർ പൂരങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമുക്കിവിടെ ഒരു കാണാൻ കഴിയുന്ന പ്രത്യേകത അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ പുറത്തു നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ മുൻ പൂരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത്തവണ തിരക്ക് അല്പം കുറവുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അതായത് തൃശ്ശൂർക്കാരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് തിരക്ക് കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിക്കെട്ടും അതുപോലെ തന്നെ കുടമാറ്റവും. വെടിക്കെട്ട് ഇല്ല, കുടമാറ്റമാണെങ്കിൽ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണോ തിരക്ക് അല്പം കുറവ് അനുഭവപ്പെടുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചു. നമുക്ക് ഈ തിരുവമ്പാടി വിഭാഗം അതിൻ്റെ ചുമതലയുള്ള ആളുകൾ ചേരുന്നുണ്ട്. അങ്ങനെ പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. അപകട പശ്ചാത്തലമൊക്കെ ആണെങ്കിലും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ മുറപ്പടി തന്നെ പുരോഗമിക്കുകയാണല്ലോ. ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളാണ്. അവർ പൂരം അത്രയും ഭംഗിയാവണമെന്ന് ആശിക്കുന്ന കുട്ടികളാണ്. പൂരം ഒരിക്കലും അതാണ് ഈ ജനസഹസ്രം ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പ്രൗഢി, മഠത്തിലേക്കുള്ള യാത്ര, ഭഗവതി മഠത്തിലേക്കുള്ള യാത്ര അത്രയും ഇവിടുത്തെ ഓരോ കുടുംബത്തിലെയും എല്ലാവരും, ദേശക്കാരായ എല്ലാവരും, ഇതിൽ പുറമേ നിന്നുള്ള ആൾക്കാരുണ്ടാവില്ല. ഇത് തട്ടക നിവാസികളാണ്. അതിൻ്റെ ആ പ്രൗഢിയും ആ ഭംഗിയും അതേപോലെ തന്നെ കൂടിക്കാഴ്ചയുമാണിത്. എവിടേക്കൊക്കെ പോയിട്ടുണ്ടോ, നാട് വിട്ട് എവിടേക്കൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാവരും ഇന്ന് ഈ സമയത്ത് കൂടിക്കാണും. അത് കഴിഞ്ഞാൽ വീട്ടുകാരുടെ കൂടെ അവരുടെ പ്രശ്നങ്ങളും അവരുടേതായിട്ട് നീങ്ങും. അതാണ് ഇതിൻ്റെ പ്രൗഢി. നിങ്ങൾക്കിതിൽ ഈ ചാനൽ കാണുന്നവർക്ക്, ഈ വിഷൻ കാണുന്നവർക്ക് അറിയാം. ആ സ്ത്രീകളും മക്കളും എല്ലാവരും, അമ്മ മക്കളെല്ലാവരും കൂടിയിട്ടുള്ള യാത്ര. ഏതായാലും ഈ മഠത്തിൽ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ. അത് ഇതിന് ശേഷം അത് 11:30 മഠത്തിൽ വരവ്. മഠത്തിലേക്ക് വന്ന് അവിടെ പൂജ കഴിഞ്ഞ് അതിൻ്റെ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മഠത്തിൽ വരവ്.
അത് തന്നെയാണ്. ഏതായാലും അപകടത്തിൽ മരിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവും ഏറ്റവും സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ആണ് തിരുവമ്പാടി വിഭാഗത്തിലെ ചുമതല വഹിക്കുന്ന അദ്ദേഹം പറയുന്നത്. കാരണം ഈ മരണപ്പെട്ട അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അവർ ഈ ഉത്സവം വളരെ കെങ്കേമമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്സവ പ്രേമികളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ മടത്തിൽ വരവിനും വലിയ പ്രാധാന്യമില്ലേ? കാരണം അതൊരു ചരിത്രം കൂടെയല്ലേ? തീർച്ചയായിട്ടും. ഇത് ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം നമ്മൾ കൊണ്ടാടുന്നത് ആചാരപരമായിട്ടാണ്. അതിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം മടത്തിൽ വരവാണ്. ഇപ്പം മടത്തിലേക്ക് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒരു 11 മണിക്കാണ് വിശ്വപ്രസിദ്ധമായ മടത്തിൽ വരവ്. ഈ സമയത്തിനുള്ളിൽ 10 മണിക്ക് അവിടെ നമ്മൾ ഒരു 9:30 അവിടെ ഇറക്കി വെച്ചതിന് ശേഷം പ്രത്യേക പൂജകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടുന്ന് 11:30ക്കാണ് നമ്മൾ തിരിച്ചു കഴിഞ്ഞത്. അതിന് വലിയൊരു ചരിത്രമില്ല. അതായത് പണ്ട് സ്വർണ്ണക്കോലം തിരുവമ്പാടി വിഭാഗത്തിന് ഉണ്ടായിരുന്നില്ല. അന്ന് അവിടുന്നാണ് സഹായിച്ചത്. അപ്പോൾ ഒരു കാര്യമാണ് പ്രത്യേകം പറഞ്ഞിരുന്നത്, അവിടെ നിന്ന് തുടങ്ങണം. അത് ഇന്ന് ആവർത്തിച്ചു പോകും. കോങ്ങാട് മധു തന്നെയല്ലേ ഇത്തവണയും ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം? അതുപോലെ ചേരാനല്ലൂർ അല്ല, ചെറുശ്ശേരി കുട്ടന്മാരാണ് പാണ്ടിമേളം. അത് 3 മണിക്ക് തുടങ്ങും. മറ്റേ കോങ്ങാട് മധു പഞ്ചവാദ്യം മേളം ചെറുശ്ശേരി കുട്ടന്മാരാണ്. അതായത് പാറമേക്കാവുകാരുടെ ഒരു പ്രൗഢി, അവരുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ഇലഞ്ഞിത്തറ മേളമാണെങ്കിൽ ഞങ്ങളുടെ തീർച്ചയായിട്ടും മടക്കുവരവാണ്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രത്യേക സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ലാതെ നമ്മൾ പൂരം ആചാരപരമായിട്ടാണ് കൊണ്ടാടുന്നത്. അതുതന്നെയാണ് ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ട് അതിൻ്റെ പ്രൗഢി ഒട്ടും ചോരാതെ തന്നെ, എന്നാൽ പതിറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ആചാരം അത് ആചരിക്കുക എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണത്തെ പ്രത്യേകത. ഏതായാലും ഇപ്പോൾ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് തൃശ്ശൂർ റൗണ്ടിലേക്ക് പ്രവേശിക്കും. ആ റൗണ്ടിൽ നിന്നും പിന്നീട് ബ്രഹ്മസം മഠത്തിലേക്കാണ് എത്തുക. 11 മണിയോടുകൂടെ തന്നെ ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ബ്രഹ്മസം മഠത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ബ്രഹ്മസം മഠത്തിലേക്ക് പുറപ്പാട് എഴുന്നള്ളത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇറക്കി വെച്ച് പൂജയാണ്. ആ മഠത്തിനകത്ത് ഇറക്കി വെച്ച് ഭഗവതിയുടെ തിടമ്പ് ഇറക്കി വെച്ചുള്ള പൂജ. ആ പൂജയ്ക്ക് ശേഷമാണ് പിന്നീട് വിശ്വപ്രസിദ്ധമായ മടത്തിൽ വരവ് ആരംഭിക്കാൻ പോകുന്നത്. ആ മടത്തിൽ വരവിന് നമുക്കറിയാം, നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ മടത്തിൽ വരവിൽ ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ പഞ്ചവാദ്യം തന്നെയാണ്. കാരണം പറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇലഞ്ഞിത്തറ മേളമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഹങ്കാരം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെങ്കിൽ, ഈ തിരുവമ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് അത് മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. കേരളത്തിൽ നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും പഞ്ചവാദ്യങ്ങളും പാണ്ടിമേളവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഈ 2 മേളങ്ങൾ, അതിപ്പോൾ മടത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യമാണെങ്കിലും ഇലഞ്ഞിത്തറ മേളമാണെങ്കിലും രണ്ടും വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് വാദ്യ കലാകാരന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ പഞ്ചവാദ്യത്തിലാണെങ്കിൽ തിമിലയിലും അതുപോലെ ഇടക്കയിലും താളത്തിലും കൊമ്പിലുമൊക്കെ ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ അന്തരീക്ഷത്തിലാകെ ആർപ്പുവിളികൾ ഉയരുന്ന ആളുകളുടെയൊക്കെ കാതുകൾക്ക് മധുരമേകുന്ന ആ ഒരു കാഴ്ച, അതാണ് നമുക്ക് മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ കാണാൻ സാധിക്കും. അതേസമയം ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നീട് അത് അവിടെ പഞ്ചവാദ്യത്തിൽ നിന്നും പിന്നീട് പാണ്ടിമേളത്തിലേക്ക് കടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. നിലവിലേതായാലും ഇപ്പോൾ ഈ ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ, നല്ല ചൂടൊക്കെ ആയി വരുന്നേ ഉള്ളൂ അന്തരീക്ഷം. പക്ഷെ എങ്കിലും കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വേർത്ത് കുളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വകവെക്കാതെ ഒരുപാട് ഉത്സവ പ്രേമികൾ, ഈ തട്ടക നിവാസികളൊക്കെ ഇങ്ങനെ അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇങ്ങനെ തൊഴുകയുമായി നിൽക്കുന്ന കാഴ്ച. ഭഗവതി ഇങ്ങനെ ഈ വഴിത്താരകളിലൂടെ കടന്നു വരുമ്പോൾ അത് പ്രാർത്ഥനയോടുകൂടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. വലിയ പ്രാർത്ഥനയോടുകൂടി അവരൊക്കെ തൊഴുകയായി നിൽക്കുകയാണ്. നമുക്ക് ഈ ചടങ്ങിലെ മറ്റൊരു ഈ പ്രത്യേകത എന്ന് പറയുന്നത് അത് പറയെടുപ്പാണ്. അതായത് കൃത്യമായിട്ട് തന്നെ ഈ ഉത്സവത്തിലെ
ചടങ്ങ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ പല ദ്രവ്യങ്ങൾ നിറച്ച പറകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിലവിളക്ക് കൊളുത്തി വെച്ച് ആ നിലവിളക്കിന് തൊട്ട് പുറകിലായിട്ട് നാക്കിലയുടെ മുകളിൽ പുഷ്പങ്ങളും മറ്റും വിതറി പറകൾ വെച്ചിട്ടുണ്ട്. അത് പൂ കൊണ്ടുള്ള പറയുണ്ട്, പഴം കൊണ്ടുള്ളതുണ്ട്, അതുപോലെ മലര്, അതുപോലെ ശർക്കര, അങ്ങനെ വിവിധ ദ്രവ്യങ്ങൾ. ആ ദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ പറയിൽ നിറച്ച് ഭഗവതിയെ വരവേൽക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പറ വയ്ക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഈ പറ വയ്ക്കുന്നതും വലിയ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇങ്ങനെ പറ വയ്ക്കാറുണ്ട്? എല്ലാ കൊല്ലം വെക്കാറുണ്ട്. ഈ പുറപ്പാട് എന്നുള്ളത് വരുമ്പോൾ പ്രാർത്ഥനകളോടെയാണോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാർത്ഥനകളോടെ ചെയ്യണമെന്നല്ലേ? എല്ലാ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ ലാബാണ് ഞങ്ങളുടെ അതിൽ പഠിച്ചത്. അത് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറ വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ ആളുകൾ പറ വെക്കുന്നത്. ഇപ്പോൾ പല ആളുകൾ പല തരത്തിലുള്ള പറകൾ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ഒരുപാട്, ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ഇരുവശവും പറകളെ കാണാൻ സാധിക്കും. നേരത്തെ ഒരു വശത്ത് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ മറുവശത്തും പറ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിലും മലരും ശർക്കരയും പഴവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടുകൂടി നിലവിളക്ക് കൊളുത്തി പുഷ്പങ്ങൾ വെച്ചുകൊണ്ട് ഭഗവതിയെ വരവേൽക്കാൻ വേണ്ടി അവരെല്ലാം തൊഴുകൈയോടുകൂടെ വിശ്വാസികൾ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാം വലിയ പ്രാർത്ഥനയോടുകൂടെയാണ് ഈ പറ വെച്ച് ഭഗവതിയെ വരവേൽക്കുക എന്നുള്ളത്. ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, തട്ടക നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ ആചാരപരമായിട്ട് ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളും മറ്റുമൊക്കെ സഫലീകരിക്കണമെന്നോ അതല്ലെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യമോ മറ്റുമൊക്കെ നേർന്നുകൊണ്ടാണ് ഇങ്ങനെ പറ വെക്കാറുള്ളത്. റോഡിൻ്റെ ഇരുവശവും നമുക്കങ്ങനെ ഒരുപാട് ആളുകൾ നിലവിളക്ക് കൊളുത്തി നിറമറ നിറച്ച് വെച്ച് ഇങ്ങനെ തൊഴുകൈയുമായി നിൽക്കുന്ന കാഴ്ച പുറപ്പാട് എഴുന്നള്ളത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും ആ പതിറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ, വിശ്വാസം, അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ നടത്തുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ ഇത്തവണ പൂരത്തിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തിരുവമ്പാടിയുടെ ആ ക്ഷേത്ര കമ്മിറ്റി, ഉത്സവ കമ്മിറ്റിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ഉത്സവം എന്നുള്ളത് ഒരു അപകട പശ്ചാത്തലത്തിൽ ആണെങ്കിൽ പോലും ആ അപകടത്തിൽ മരിച്ച കുട്ടികൾ അവരെല്ലാം വലിയ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും തൃശ്ശൂർ പൂരം വളരെ മനോഹരമാക്കുക, ആ മനോഹരമായി തൃശ്ശൂർ പൂരം മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായിട്ടായിരുന്നു അവർ എല്ലാ വർഷവും ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഉത്സവ പ്രേമികളായ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ആ മുറ തെറ്റാതെ ചടങ്ങ് ആചരിക്കുന്നു എന്നുള്ളത് അവരിലും അവരുടെ ആത്മാവിനും വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നാദസ്വരം കേൾക്കാൻ സാധിക്കും, നാദസ്വരം കാണാൻ സാധിക്കും. നാദസ്വരവും ഈ ഒരു പുറപ്പാട് എഴുന്നള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. പുറപ്പാട് എഴുന്നള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ ഒരു നാദസ്വരം എന്നുള്ളതാണ്. അതായത് നാദസ്വരമാണ് ഏറ്റവും മുന്നിൽ പുറപ്പാട് എഴുന്നള്ളത്തിൽ പോവുക. നാദസ്വരത്തിൻ്റെ മുൻപിലായിട്ട്, നാദസ്വരത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചെമ്പട മേളം, അത് ചെറുശ്ശേരി കുട്ടൻ മാരാരുടെ നേതൃത്വത്തിലാണ് ആ ഒരു മേളം നടക്കുന്നത്. അതിന് തൊട്ട് പുറകിലായിട്ടാണ് 3 ആനകൾ എഴുന്നള്ളുന്നത്. ഏതായാലും ആ നാദസ്വരത്തിൻ്റെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടി, നാദസ്വരത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുക. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ പുറപ്പാട് എഴുന്നള്ളത്തും തുടർന്നുള്ള മടത്തിൽ വരവും എന്നുള്ളതാണ്. അതായത് പൂരം ഇന്ന് തുടങ്ങി. ഇന്നലെ നെയ്തലക്കാവിൽ അമ്മ വന്ന് ആ നെയ്തലക്കാവിൽ അമ്മ തെക്കേ ഗോപുര നട തുറന്നിട്ട് പിന്നീട് കണിമംഗലം ശാസ്താവ് ഇന്ന് രാവിലെ ആദ്യം വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നീടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്ത യഥാർത്ഥ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് ഘടകപൂരങ്ങൾ ഓരോന്നായി വരുന്നതാണ്. ആ ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥനിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് തിരുവമ്പാടിയുടെ ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ഇപ്പോൾ
തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം പിന്നിട്ടിരിക്കുന്നു പുറപ്പാട് എഴുന്നള്ളത്ത്. രാവിലെ ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റുമൊക്കെ ശേഷമാണ് ഭഗവതിയുടെ തിടമ്പ്, അത് തിരുവമ്പാടി കണ്ണൻ എന്ന ആന ശിരസിലെത്തിയത്. ആ തിരുവമ്പാടി കണ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി പുറത്തേക്ക് എഴുന്നള്ളി. ആ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം ഈ ഒരു എഴുന്നള്ളത്തിന് മട്ടുകൂട്ടുന്നതായിരുന്നു. ആ ചെറുശ്ശേരി കുട്ടന്മാരാരുടെ ചെണ്ടമേളത്തിനൊപ്പം തന്നെ നാദസ്വരവും ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ നാദസ്വരത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടെയാണ് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 ആനപ്പുറത്താണ് ഭഗവതിയുടെ തിടമ്പും ഏറ്റിക്കൊണ്ട് ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിക്കുന്നത്. നാദസ്വരം കേൾക്കുന്നതിനാണെങ്കിലും ചെണ്ടമേളം കേൾക്കുന്നതിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഉത്സവ പ്രേമികൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ആചാരപരമായി അനുഷ്ഠാനപരമായി ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഒരു ചടങ്ങ്, പുറപ്പാട് എഴുന്നള്ളത്ത് എന്നുള്ളതാണ്. കാരണം ഈ പുറപ്പാട് എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. നെയ്തലക്കാവിൽ അമ്മ വന്ന് തെക്കേ ഗോപുര നട തുറന്നിടുന്നു. ആ തെക്കേ ഗോപുര നട തുറന്നിട്ടതിന് ശേഷം പിന്നീട് കണിമംഗലം ശാസ്താവാണ് ഇന്ന് രാവിലെ ആദ്യം ഈ തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് എഴുന്നള്ളുക. അതിന് ശേഷം പിന്നീട് ഓരോ ഘടകപൂരങ്ങളായിട്ട് ഇങ്ങനെ എത്തുന്ന കാഴ്ച ഒരു വശത്ത് നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണാൻ സാധിക്കും. മറുവശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഈ പുറപ്പാട് എഴുന്നള്ളത്താണ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുറപ്പാട് എഴുന്നള്ളത്തിൽ ഇപ്പോൾ ആനകൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങനെ വഴിത്താരകളിലൂടെ ബ്രഹ്മസം മഠത്തിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബ്രഹ്മസം മഠത്തിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ ഇത് ക്ഷേത്രത്തിൽ നിന്നും നേരെ വടക്കുംനാഥ സന്നിധിയിലേക്കായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളത്ത് പോയിരുന്നത്. പക്ഷേ അവർക്ക് അന്ന് കാലത്തെ ഈ സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് ആ സ്വർണ്ണക്കോലം തൊട്ടടുത്തുള്ളൊരു ബ്രഹ്മസം മഠത്തിലുണ്ട് എന്ന് തിരുവമ്പാടിക്കാർ അറിയുന്നു. അവർ ആ കോലം തങ്ങൾക്ക് നൽകാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും നൽകാം, പക്ഷേ ഒരു ഉപാധിയുണ്ട് എന്ന് അവിടുത്തെ സ്വാമിയാർ പറയുന്നു. ആ ഉപാധി എന്നുള്ളത് ആ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് നേരെ ബ്രഹ്മസം മഠത്തിലേക്ക് എത്തി അവിടെ വെച്ച് ഞങ്ങൾ കോലം കൈമാറാം, സ്വർണ്ണക്കോലം കൈമാറാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്നും തിരുവമ്പാടി കണ്ണൻ എന്ന ആനയുടെ ശിരസിൽ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ടുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് ബ്രഹ്മസം മഠത്തിലേക്ക് പോകുന്ന ചടങ്ങിന് തുടക്കമായതെന്നുള്ളതാണ്. ആ ബ്രഹ്മസം മഠത്തിലെത്തിയാൽ അവിടെ ഭഗവതിയുടെ തിടമ്പ് ഇറക്കി വെച്ചൊരു പൂജയാണ്. ആ ഇറക്കി വെച്ചുള്ള പൂജയ്ക്ക് ശേഷമായിരിക്കും പിന്നീട് ഈ ഒരു അടുത്ത ചടങ്ങായിട്ടുള്ള മഠത്തിൽ വരവിന് തുടക്കമാവുക എന്നുള്ളതാണ്. ഏതായാലും മഠത്തിൽ വരവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഇത്തവണ ആചാരപരമായിട്ടാണ്, പക്ഷേ പതിറ്റാണ്ടുകളായിട്ട് ആചരിക്കുന്ന ആചാരം അതൊരു മുറയും തെറ്റാതെ നടത്തുക എന്നുള്ളതാണ്. അതെ അതെ അതെ, മുറയും തെറ്റാതെ എല്ലാം ചുരുക്കിക്കൊണ്ടാണ് ഇത്തവണ തൃശ്ശൂർ നടക്കുന്നത്. എല്ലാ സിറ്റുവേഷനും അറിയാലോ, നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ആചാരങ്ങൾ നല്ല രീതിയിൽ നടക്കണം. അപ്പോൾ ഒരു 100% ഉള്ളത് 25% ചുരുക്കിയിട്ടാണ് എല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോകും. നമ്മളിപ്പോൾ ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ബ്രഹ്മസം മഠത്തിലേക്ക് എത്തി ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷം പിന്നീട് മഠത്തിൽ വരവ് ആരംഭിക്കും. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഒരുപാട് വാദ്യകലാകാരും ആ കലാകാരന്മാരുടെ എണ്ണത്തിലൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ടോ? അതെന്താ? അല്ല, മഠത്തിൽ വരവ് പതിവ് പോലെ നടക്കും. നമ്മുടെ കുടമാറ്റം 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. സെറ്റുകൾ കുറച്ചിട്ടുണ്ട്, 10-15 സെറ്റുകൾ ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കുറച്ച് കുറച്ചായിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ഇത്തവണ തൃശ്ശൂർ പൂരം. പക്ഷേ മേളത്തിൻ്റെ ആളുകളുടെ വാദ്യകലാകാരന്മാരുടെ എണ്ണത്തിൽ അങ്ങനെ കുറവൊന്നും വരുത്തിയിട്ടില്ല. അത് ആധികാരമായിട്ട് എനിക്കറിയില്ല, കുറവ് വരുത്തിയിട്ടുണ്ടായിരിക്കില്ല, അറിയില്ല എനിക്ക്. ഏതായാലും ഈ മഠത്തിൽ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ? അതെ, തീർച്ചയായും അത് വളരെ ഒരു കാണേണ്ട ഒരു എന്താ പറയാ, ഒരു പൂരത്തിന്റെ മെയിൻ ഒരു ആയിട്ടാണ്. അത് പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. മഠത്തിൽ വരവ് തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. പറമേക്കാവിന് വലിയ അഭിമാനം എന്ന് പറയുന്നത് എല്ലാം ഇത്ര മേളമാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഠത്തിൽ വരവാണ്. പഞ്ചവാദ്യമാണ്.
അതെ 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 തീർച്ചയായിട്ടും. ഏതായാലും ആ മടത്തിൽ വരവ് പഞ്ചവാദ്യം ഇങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം ഒക്കെ കേൾക്കുന്നതിന് വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ എല്ലാവരും. ജനങ്ങളുടെ ഒരു വികാരം അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ആചാരങ്ങളൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മളെ മഠത്തിലേക്ക് എഴുന്നള്ളി ഇപ്പോൾ പറഞ്ഞേക്കാവുന്ന ഒരു ചെറുപൂരങ്ങളും നടക്കുന്നു. എല്ലാം അതിന്റെ മുറ തെറ്റാതെ ഇങ്ങനെ തൃശ്ശൂരിൽ. അതെ, തൃശ്ശൂരിൽ ഇത് ആഘോഷമായിട്ട് കാണുന്നവർക്ക് ഇത് ആഘോഷമാണ്. ഇതിലൊരു ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതല്ല ഇപ്പോൾ വഴി നീളം നമ്മൾ പറകളും കാര്യങ്ങളൊക്കെ ഇത്രയും ജനങ്ങൾ ഭഗവതിനെ കാണാൻ നിൽക്കണം. പാർമേക്കാവിൻ്റെ സൈഡായാലും ചെറുപൂരങ്ങളുടെ സൈഡായാലും. അപ്പോൾ ഇത് ആഘോഷമാണ്, ഇത് ആർഭാടാണെന്ന് പറയുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതെല്ലാം വന്ന് എത്തുന്ന നടക്കുന്നു അതിൻ്റെ മുന്നിലാണ്. ഇപ്പം എത്ര ആൾക്കാരെ പ്രാർത്ഥനയുണ്ടെന്ന് ആലോചിക്കണം അല്ലേ. ഒരു കൊല്ലത്തൊരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു മഴ വന്നാൽ പോയില്ലേ. അപ്പോൾ അതിനെല്ലാത്തിനും നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതൊരു ആർഭാടവും ആഘോഷവും എന്നതിലൊക്കെ ഉപരി ഒരുപാട് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ നടന്നു നീങ്ങി വടക്കുന്നാഥ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു, ഞാൻ നടന്നു നീങ്ങുന്ന ഈ വഴിത്താരകളിൽ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് പറകളിൽ വിവിധ ദ്രവ്യങ്ങൾ വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നാക്കിലയിട്ട് അതിനു മുകളിൽ പറ വെച്ച് ആ ദ്രവ്യങ്ങളൊക്കെ നിറച്ചു വെച്ച് ആളുകൾ വലിയ വിശ്വാസത്തോടു കൂടെ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. കാരണം ഒരു വർഷത്തെ അവരുടെ പ്രാർത്ഥനകളും കാത്തിരിപ്പും ഒക്കെയാണ് ഈ ദിവസം അവർ ഭഗവതിയെ തങ്ങളുടെ ആ ഒരു വീടിന് മുന്നിലൂടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് മുന്നിലൂടെയൊക്കെ ഭഗവതിയുടെ തിടമ്പേറ്റി കടന്നു പോകുമ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകളൊക്കെ ആയിട്ടാണ് ഈ എഴുന്നള്ളത്ത് നേരെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആചാരമാണ്, വിശ്വാസമാണ്. ഒരുപാട് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ കൂടെയാണ് ഇങ്ങനെ നമ്മൾ ഈ ഉത്സവത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അത് ഏതായാലും മുറ തെറ്റാതെ പതിറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന, കൊറോണ കാലത്ത് പോലും ഈ ഒരു ഉത്സവം അതിൻ്റെ ആചാരങ്ങൾ കൃത്യമായിട്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, 5 വർഷം മുൻപ് കൊറോണ കാലത്തെ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇതേ മടത്തിൽ വരവ് അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശവും ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല, ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ആ മാധ്യമപ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാരായ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായി ഒരാനപ്പുറത്തായിരുന്നു. അതായത് 15 ആനപ്പുറത്തൊക്കെ നടക്കുന്ന എഴുന്നള്ളത്ത് അന്ന് ഒരാനപ്പുറത്തായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ആചാരങ്ങൾ അന്നും ആളുകളുടെ പ്രാർത്ഥനകൾ, അതായത് വീടിനകത്തിരുന്ന് ക്വാറന്റൈനിലായിരുന്നു, അവർക്കൊന്നും ഒന്ന് ഭഗവതി പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് പുറത്തു വന്ന് നിൽക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. എങ്കിലും വീടിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഭഗവതിയെ വരവേൽക്കുന്ന കാഴ്ച നമുക്ക് അന്നും കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ വിശ്വാസം, ആ ആചാരം, ആ അനുഷ്ഠാനം അത് മുറ തെറ്റാതെ തൃശ്ശൂരിൽ നടക്കുന്നു, തൃശ്ശൂർ പൂരത്തിന് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുമായി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എല്ലാവർക്കും ഉള്ളത് ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ്, ഇനിയും ഒരു അപകടമോ മറ്റോ ഒന്നുമില്ലാതെ എപ്പോഴും ഈ ഉത്സവം, ഇതിൻ്റെ ആചാരം, അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഇങ്ങനെ എല്ലായ്പ്പോഴും നടത്താൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇനിയും ഒരു അത്യാഹിതമോ അപകടമോ ഒന്നും തന്നെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുൾപ്പെടെയുള്ള പ്രാർത്ഥനകളുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുറപ്പാട് എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും വെയിലൊന്ന് കനത്ത് വരുന്നേ ഉള്ളൂ, വെയിൽ കനത്ത് വരുന്നേ ഉള്ളൂ എങ്കിലും ആളുകൾ ഇങ്ങനെ തിങ്ങി വിങ്ങി തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും.